3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകുമെന്ന് CPM-ന്റെ വിലയിരുത്തൽ വരികയാണ്. കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി എന്നിവ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, കാൽനൂറ്റാണ്ട് കാലമായി പച്ച തൊടാൻ കഴിയുന്നില്ല അവിടെ കോൺഗ്രസിന്. അപ്പോൾ UDF-ന്റെ ലീഗിന്റെ സീറ്റുണ്ട്. അതേസമയം ഇക്കുറി കോൺഗ്രസ് കൂടുതൽ. കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി ഇതൊക്കെ നഷ്ടമാകും എന്ന വിലയിരുത്തലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാധ്യത വിലയിരുത്തപ്പെടുകയാണോ? CPM-ന്റെ വിലയിരുത്തലാണ്. ഈ വിലയിരുത്തലാണെങ്കിൽ കുറച്ചുകൂടി പ്രതിസന്ധി അല്ലെങ്കിൽ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം കോഴിക്കോട് ഉണ്ടാകാനുള്ള സ്ഥിതിയാണോ ഇപ്പോൾ വിലയിരുത്തലിലൂടെ കാണുന്നത്? പ്രതീക്ഷ, CPM ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതാണ്. ഇന്നലെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നത്. ആ യോഗത്തിലാണ് പ്രാദേശികമായി ബൂത്ത് തലങ്ങളിൽ നടന്ന കണക്കുകളൊക്കെ അനുസരിച്ച് ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് CPM എത്തുന്നത്. 5 സീറ്റുകൾ വരെ കോഴിക്കോട് ജില്ലയിൽ UDF-ന് ജയിക്കും എന്ന സാഹചര്യമാണുള്ളത്. അതിൽ 3 സിറ്റിംഗ് സീറ്റുകളാണ് LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നുള്ളതാണ്. വടകരയിലും കൊടുവള്ളിയിലും UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അത് അവർക്ക് തന്നെ ലഭിക്കും. വടകരയിൽ നല്ല മത്സരം നടത്തിയിട്ടുണ്ട്. പക്ഷേ UDF ജയിക്കുന്ന സാഹചര്യമാണുള്ളത്. KK രമ ജയിക്കും. ഒപ്പം തന്നെയാണ് LDF നിലവിൽ ജയിച്ചിരിക്കുന്ന കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെയുള്ള 3 സ്ഥലങ്ങൾ, കോഴിക്കോട് സൗത്ത്, നാദാപുരം, തിരുവമ്പാടി എന്നീ സീറ്റുകൾ കൂടി UDF പിടിക്കും എന്നൊരു വിലയിരുത്തലിലേക്ക് CPM എത്തുന്നത്. കോഴിക്കോട് സൗത്തിൽ വലിയ മത്സരമാണ്. അവിടെ INL സ്ഥാനാർത്ഥിയാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അഹമ്മദ് ദേവർകോവിൽ മുൻ മന്ത്രിയാണ്. വലിയ ഭൂരിപക്ഷത്തിന്, ഏകദേശം 12,000-ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. പക്ഷേ ഇത്തവണ അവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ UDF ഇറക്കി. ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയായി റിനീഷ് എന്ന ഒരു കോർപ്പറേഷൻ കൗൺസിലറായ റിനീഷ് മത്സരരംഗത്തേക്ക് വന്നു. റിനീഷ് വലിയ പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അത് LDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി എന്നാണ് ഇപ്പോൾ CPM അത് വിലയിരുത്തുന്നത്. അങ്ങനെ LDF-ന്റെ വലിയ വോട്ടുകൾ റിനീഷിലേക്ക് പോകുമെന്ന് CPM വിലയിരുത്തുന്നു. അങ്ങനെയാണ് അവിടെ LDF-ന് LDF സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും UDF-ന് ജയസാധ്യതയിലേക്ക് പോവുകയും ചെയ്യുന്നത്. കോഴിക്കോട് സൗത്ത്, ഒപ്പം തന്നെ നാദാപുരത്തും ഇതേപോലെ അവിടെ CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. വസന്ത മത്സരിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ P. അഭിജിത്താണ് UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അഭിജിത്ത് പ്രചരണ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പ്രാദേശികമായി സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ആ രീതിയിലുള്ള പ്രചരണത്തിൽ UDF-നുണ്ടായ മേൽക്കൈ, അവിടെയുള്ള ലീഗ് വലിയ തോതിൽ ഇറങ്ങിയതൊക്കെ അവിടെ അഭിജിത്തിന് അനുകൂലമായി മാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അഭിജിത്ത് ജയിക്കുമെന്നൊരു കണക്കിലേക്ക് ഇപ്പോൾ CPM എത്തുന്നു. ഒപ്പം തന്നെ തിരുവമ്പാടി ലിൻഡോ അവിടെ CPM-ന്റെ സിറ്റിംഗ് MLA ആണ്. വലിയ ജനകീയ സ്വഭാവമുള്ള, ജനകീയ ബന്ധമുള്ള ഒരു MLA ആണെന്നാണ് CPM നേരത്തെയൊക്കെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ അവിടെയും പ്രചരണ രംഗത്ത് UDF-ന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പരാജയം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് പ്രാഥമികമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ വിശദമായ കണക്കുകൾ എടുക്കേണ്ടതുണ്ട് എന്നുകൂടി CPM നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്.